ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് കവറേജ് ചെയ്തിട്ടുള്ള ഒരു കേസിൻ്റെ ഒരു 2 ഇയർ അപ്ഡേറ്റ് ആണ്. ഇദ്ദേഹം ഫസ്റ്റ് സിറ്റിങ്ങിൽ ഒരു ഫ്രണ്ട് കവറേജ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 3400 ഗ്രാഫ്റ്റാണ് ഫ്രണ്ട് കവറേജിനായിട്ട് ചെയ്തത്. അപ്പം 2 വർഷമായി. അപ്പോൾ അതിൻ്റെ നമുക്ക് ഫ്രണ്ട് കവറേജ് ചെയ്തതിൻ്റെ റിസൾട്ടും ഹെയർ ലൈൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. ഇദ്ദേഹം ഫസ്റ്റ് സിറ്റിങ്ങിൽ ഒരു 3400 ഗ്രാഫ്റ്റോളാണ് ഇദ്ദേഹത്തിൻ്റെ ഡോണറിയിൽ നിന്ന് ഫസ്റ്റ് സിറ്റിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചൊരു ഫ്രണ്ട് കവറേജ് നമ്മൾ ചെയ്തത്. അപ്പം മിക്ക ആളുകളും ചോദിക്കാറുള്ളതാണ് ഒരു 3400 അല്ലെങ്കിൽ ഒരു 3000 മേലെ കിട്ടുകയാണെങ്കിൽ കുറച്ച് ഗ്രാഫ്റ്റ് ക്രൗൺ ഏരിയയും കൂടെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കവറേജ് ആയി പോകില്ല എന്നുള്ളത്. നമുക്കതിനെ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടല്ല. നമ്മളിപ്പം ഇപ്പോൾ ഈ ഒരു കേസിൽ തന്നെ നമുക്ക് കണ്ടറിയാം. നമ്മളിപ്പോൾ ആ ഫസ്റ്റ് സിറ്റിങ്ങിൽ കിട്ടിയ ആ ഒരു 3400 കുറച്ച് ഗ്രാഫ്റ്റ് നമ്മളിപ്പോൾ ക്രൗൺ ഏരിയയിലേക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട് കവറേജിലും ഡെൻസിറ്റി ഇല്ല, ക്രൗൺ ഏരിയയിലും കവറേജ് വന്നില്ല എന്നുള്ള പോലത്തെ ഒരു അവസ്ഥ വരാനൊരു പോസിബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളത് സെപ്പറേറ്റ് സിറ്റിംഗ് ആയിട്ട് തന്നെ ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ഫസ്റ്റ് സിറ്റിങ്ങിൽ ഒരു ഫ്രണ്ട് കവറേജ് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ഏരിയയിൽ ഒരു തെറ്റില്ലാത്ത ഡെൻസിറ്റി കിട്ടിയതുകൊണ്ട് തന്നെ ആ ഫ്രണ്ട് വ്യൂ, അതായത് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ആ ഫ്രണ്ട് വ്യൂവിൽ കാണുമ്പോൾ നല്ലൊരു മേക്ക് ഓവർ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സിറ്റിംഗ് ആയിട്ട് തന്നെ ഇപ്പോൾ ഈ ക്രൗൺ ഏരിയ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 3400 ഗ്രാഫ്റ്റ് എടുത്തിട്ടും ഡോണർ ഏരിയ എപ്പോഴും കുഴപ്പമില്ല. നമുക്കങ്ങനെ ഒരു ഓവർ ഹാർവെസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഡോണർ ഏരിയ എക്സ്പോസ് ആയിട്ടുള്ള പോലെ ഉള്ള ഇഷ്യൂസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. എല്ലാം ഈക്വലായിട്ട് കവറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഇദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയ നമുക്ക് പുറമേ നിന്ന് കണ്ടെടുത്തോളം ഒരു മിനിമം ഈ ഒരു ഏരിയയിലേക്ക് 2000 ഗ്രാഫ്റ്റെങ്കിലും മിനിമം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സെക്കൻഡ് സിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അത് 2000 മേലെ കിട്ടിയാലും അല്ലെങ്കിൽ എത്രയാണോ ഈ റൗണ്ടിൽ കിട്ടുന്നത് അത്രയും ബെറ്ററാണ്. അത്രയും ഗ്രാഫ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ക്രൗൺ ഏരിയയും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും കൂടെ കമ്പൈൻ ആയിട്ട് നല്ലൊരു കവറേജ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കേസുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 അല്ലെങ്കിൽ 3 സിറ്റിംഗ് ആയിട്ട് ക്ഷമയോട് കൂടി നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുമായിരിക്കും നിങ്ങൾക്ക് ഒരു ഫുൾ കവറേജ് കിട്ടാനായിട്ട് നല്ലത്. നമ്മൾ ഫസ്റ്റ് സിറ്റിംഗ് കഴിയുമ്പം ഒരു 1 ഇയർ ആണ് എപ്പോഴും സെക്കൻഡ് സിറ്റിംഗ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു സമയം എന്ന് പറയുന്നത്. കാര്യം ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് ഒരു 1 ഇയർ കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഫ്രണ്ടിൽ ചെയ്യുന്നതിൻ്റെ ഒരു മാക്സിമം ഡെൻസിറ്റിയും ഒരു റിസൾട്ടൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നോർമൽ സമയം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞ് അടുത്ത സിറ്റിംഗ് ആയിട്ട് ക്രൗൺ ഏരിയ ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ ഓൾറെഡി ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും ഒരു പോരായ്മകൾ തോന്നുകയാണ്, എന്തെങ്കിലും ഗ്യാപ്പ് പോലെ തോന്നുകയാണ്, അല്ലെങ്കിൽ ഹെയർ ലൈനൊക്കെ എന്തെങ്കിലും കറക്ഷൻ പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രാഫ്റ്റ് യൂസ് ചെയ്തിട്ട് ആ ഫ്രണ്ടിലുള്ള കറക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ ഫില്ലിങ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാലോ എന്നുള്ള ലോജിക്കിലാണ് ഒരു 1 ഇയർ വരെ വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ 1 ഇയർ കഴിഞ്ഞ് ഉടനെ ചെയ്യണമെന്നല്ല, 1 ഇയർ കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാന്നുണ്ടെങ്കിൽ മാക്സിമം വെയിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ 2 ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇനിയിപ്പോൾ ക്രൗൺ ഏരിയ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ വലിയൊരു ഇഷ്യൂസ് ഒന്നും ഇല്ലായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ട്രിം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഏരിയ നല്ലപോലെ എക്സ്പോസ് ആവുകയും ചെയ്യും. അപ്പം സെക്കൻഡ് സിറ്റിംഗ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സിറ്റിങ്ങിൽ എത്രത്തോളം നമുക്ക് കിട്ടുമോ അത്രയും എടുത്ത് നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യാനുള്ള